ഹലോ ഗായ്സ്, വേണ്ടുമല്ലോ ഞാൻ മാവേലി കൊല്ലത്തിലൊരു ദിവസം വരുന്ന മാവേലി വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ കണ്ടേക്കുന്നത് അഴിഞ്ഞാട്ടം ദിലീപ് വള്ളന്റെ കണ്ടു. വയം ഭക്തി ബഹുമാനം സിനിമ വെച്ചേ കംബാക്ക് പോണട്ട. നിങ്ങള് സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോവരുത്. ഒന്നുമില്ല, ഒന്നുമില്ല, സ്റ്റോറി ഒക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിന് വേണ്ടിയുള്ള പടം, ആഘോഷിക്കാനുള്ള പടമാണ്. സ്റ്റോറിയും മറ്റൊന്നുമില്ല. ഫുള്ള് മാസ് മസാല പടം. ഇതില് ഇങ്ങനെ എഴുതി കാട്ടും. ഫസ്റ്റ് തന്നെ കാട്ടുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് എഴുതി കാട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് സിനിമ, ബെസ്റ്റ്. അവരെന്നെ പറയുന്നുണ്ട് ഇത് മാസ് പടാന്ന് അവര് പറയുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച് പോയാൽ മതി. എന്റെ ഒപ്പം വന്നവർക്കൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ എന്നോട് ഇതൊക്കെ കേട്ടു പോയോണ്ട് അത്യാവശ്യം ഇങ്ങനത്തെ പടാന്ന് അറിയാണ്ട് പോയോണ്ട് എനിക്ക് മനസ്സിലായി സിനിമയുടെ ഐഡിയ സംഭവങ്ങളൊക്കെ. എന്നിട്ട് എഴുതി കാണുന്ന സീനുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. അതൊക്കെ പെട്ടെന്ന് അവര് ഞാൻ വീഡിയോക്ക് മാത്രം വണ്ടിയിൽ പോകും. രാത്രി എടുത്താലും പകലെടുത്താലും ഉച്ചയ്ക്ക് എടുത്താലും അതെ. എന്നെ എപ്പോൾ ശല്യപ്പെടുത്തോ അപ്പോഴൊക്കെ വണ്ടികൾ വരും. ഫോണ് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളോട്ടെ. എത്ര പേരൊരു പട്ടിക്കുഞ്ഞും ഉണ്ടായിരുന്നില്ല റോട്ടിൽ. ഉള്ള കാര്യം പറയാലോ. ഇത് ഇവിടെ ഒരാള് പോകുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തപ്പോ കണ്ട. ഇനി ഒരു ബസ്സും കൂടി വരാണല്ലോ ഈ റോട്ടിൽ കൂടെ. കഴിഞ്ഞു. ഈ സിനിമയെ കുറിച്ച് പറയാ പെട്ട സിനിമ മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം പടാട്ട. ഉള്ള കാര്യം പറയാം. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പൊളിച്ചു പോയി. ഒരു അരമണിക്കൂറുണ്ടാവും ആള് സിനിമയില്. അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഓരോ സീൻ ബൈ സീൻ ആയിട്ടാണ് ആളുള്ളത്. അവിടെ സിനിമയാണ്. പിന്നെ എല്ലാ സിനിമയുള്ള മാതിരി രണ്ടാം ഭാഗം ഉണ്ട്. അതിന് സ്പോയിലറാവില്ല. രണ്ടാം ഭാഗം ഉണ്ടെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാസ് പടം. ഇത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോജിക്കില്ലെന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ മോഹൻലാൽ തുമ്മാവ് ചെയ്യാറ്. തുമ്മുമ്പോ ഈ പൊടി മേലേക്ക് വറക്കും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരാദ്യം പറഞ്ഞിട്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. അപ്പൊ ഈ സിനിമ വെച്ചാൽ നിങ്ങൾ ബെസ്റ്റ് പോയി കാണാം. കഥ ഉണ്ടെന്ന് വിചാരിച്ച് പോവരുത്. ഭയങ്കര ഒരു സൂപ്പർ സിനിമ വെച്ച് പോരുത്. ദിലീപ് നല്ല അഴിഞ്ഞാട്ടം അത്ര വിചാരിച്ച് പോയത്. മാസ് പടം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. കാന്തയുടെ റിവ്യൂ ഇതിൽ എന്നെ പറയാം. കളങ്കാവലിന്റെ റിവ്യൂ ഇതിൽ എന്നെ പറയാം. അത് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ കളങ്കാവലിന്റെ എടുക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളാണ്. ആദ്യത്തെ ഒരു വീഡിയോ എടുത്തു. ഇതും കൂടി ഈ വീഡിയോ കൂടി എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലൊക്കെ. ദേഷ്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പിന്നെ കളങ്കാവലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ട പടാണ്. കാരണം എന്റെ കിക്കൊക്കെ പോയി. ഒരു സിനിമ ആയിട്ട് ഒരു മിനിഞ്ഞാന്ന് വരെ അതിന്റെ കിക്കിലാണ് ഇറങ്ങി. ഇപ്പൊ ആ കിക്കൊക്കെ പോയി. കാരണം ഇപ്പൊ കണ്ടിരുന്നു. ഇനി ഒരു 10-20 ദിവസത്തേക്ക് അതാവും. ഇനി അടുത്ത സിനിമ കാണുമ്പോ അതാവും. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ അടുത്ത സിനിമ അതിന്റെ കിക്ക് പോയി. പക്ഷെ അത് പറയുമ്പോ അത് പെട്ട സിനിമ ഗൈസ്. അത് മറ്റേ ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം മനസ്സിലാവും വില്ലൻ ആരാണ്, മമ്മൂട്ടിയാണ് വില്ലനൊക്കെ മനസ്സിലാവും. പിന്നെ വിനായകൻ ഹീറോ പെട്ടച്ചു സിനിമയിൽ പെട്ടച്ചു. പിന്നെ മമ്മൂട്ടി പെടച്ചു. ഉള്ള കാര്യം പറയാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് എന്റെ കിക്കോ പോയി. ഇനി കാന്ത ആക്ടിങ് വെച്ചാൽ അങ്ങനത്തെ ആക്ടിങ് പടാണ്. പെടാണ്. അത് പൂട്ടിയിട്ട് ഇറങ്ങിയോ നെറ്റ്ഫ്ലിക്സിൽ 25 അങ്ങോട്ടാണ് അവർ പറഞ്ഞത്. അതും പെട പടങ്ങളാണ്. ഓക്കെ ബൈ.